KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള സൗജന്യ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതിയുടെ പെരുമ്പാവൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നടത്തി. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായിരുന്നു KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. താളമേളങ്ങളുടെ അകമ്പടിയോടെ MLA മനോജ് മൂത്തേരൻ ഫ്ളാഗ് ഓഫ് ചെയ്ത പെരുമ്പാവൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനകീയ സർക്കാർ അധികാരം ഏറ്റെടുത്ത് ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്ത ഒരു കാര്യം 15 ദിവസം കഴിയുമ്പോൾ നടപ്പിലാക്കി കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾക്ക് സൗജന്യമായ യാത്ര അനുവദിക്കുന്ന പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കുകയാണ്. നമുക്കറിയാം, ഇത് UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. UDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യം, UDFന്റെ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തപ്പോൾ, ഞാൻ രാഷ്ട്രീയമല്ല ഔദ്യോഗിക പരിപാടി, പക്ഷെ ഇപ്പോ അറിയപ്പെടുന്ന UDFന്റെ ഗവൺമെന്റ് എന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. ഒരു ഗവൺമെന്റ് അധികാരം ഏറ്റെടുക്കുമ്പോൾ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുള്ള, നിലവിൽ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കുന്ന ഒരു ജനകീയ ജനാധിപത്യ സർക്കാരായി VD സതീശന്റെ സർക്കാർ മാറുന്നത് കൊണ്ടാണ് ഇന്ന് ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നമ്മൾ പ്രഖ്യാപിച്ച് അത് നടപ്പിലായി മുന്നോട്ട് പോകുന്നു. പെരുമ്പാവൂരിനെ സംബന്ധിച്ച് നമുക്ക് ഇരട്ടി മധുരമാണ്. ഒന്ന്, നമുക്ക് ഇവിടെയുള്ള 32 ബസ്സുകളിൽ പരിപൂർണമായും സൗജന്യ യാത്രയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് സംസ്ഥാന തലത്തിൽ ഈ പദ്ധതിയുടെ പ്രഖ്യാപനം അല്ലെങ്കിൽ അതിന്റെ ഉദ്ഘാടന കർമ്മം നടക്കുമ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ യാത്ര ചെയ്യുന്ന ബസ് ഓടിക്കുന്നത് നമ്മുടെ ഡിപ്പോയിലുള്ള ഒരു വനിതാ ഡ്രൈവർ തന്നെയാണെന്നുള്ളത് നമുക്കെല്ലാം വലിയ അഭിമാനമാണ്. അപ്പൊ ആ നിലയിൽ ഈ ഒരു പദ്ധതി നമുക്ക് കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസവും വലിയ അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, നമ്മളൊക്കെ നികുതി പണം കൊടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നികുതി പണം നൽകുമ്പോൾ അത് നമുക്ക് വേറെ രൂപത്തിൽ തിരിച്ചു കിട്ടുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോ ഇവിടെ നിന്ന് ആലുവയിലേക്കും മൂവാറ്റുപുഴയിലേക്കും പറവൂരിലേക്കും മൂന്നാറിലേക്കും കട്ടപ്പനയിലേക്കും ഒക്കെ ആലപ്പുഴയിലേക്ക് വരെ ഓടിയ ഒരു ബസ്സുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെയുള്ള മുഴുവൻ ആളുകൾ, പെരുമ്പാവൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെയുള്ള വനിതകൾക്ക് മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചാൽ ഒരു പൈസ കൊടുക്കാതെ മൂന്നാറിൽ പോയി തിരിച്ചു വരാം. അപ്പൊ അത്രയേറെ സൗകര്യമാണ്, അത്രയേറെ സൗകര്യം ലഭ്യമാകണം. ആലപ്പുഴയിലേക്ക് ഓടുന്ന ബസ്സുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക്, വനിതകൾക്ക് ഏറ്റവും വലിയ ആശ്വാസമാകുന്ന ഈ പദ്ധതിയാണ്. നഗരസഭാ ചെയർപേഴ്സൺ സംഗീത KN അധ്യക്ഷത വഹിച്ചു. മുൻ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർമാർ, പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ MLAക്കൊപ്പം ആദ്യ യാത്ര ആഘോഷമാക്കി. കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും KSRTCയുടെ ഓർഡിനറി സർവീസുകളിൽ സൗജന്യ യാത്ര ചെയ്യുവാനാകും. കേരളത്തിന് പുറത്തുനിന്നുള്ള സ്ത്രീകൾക്കും ഈ ആനുകൂല്യം ലഭ്യമാകും. സ്ത്രീകളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുക, പൊതുഗതാഗത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.